അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇത്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകരക്ഷിതാവായ പടച്ച തമ്പുരാൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാട്ടിൽ നന്മ ചർച്ച ചെയ്യുന്ന, നന്മ കൂടുതൽ കേൾക്കാൻ അവസരമുണ്ടാകുന്ന ഒരു സംവിധാനം ആരംഭിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഇവിടെ ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുമ്പോൾ എന്താണ് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സലഫി മസ്ജിദ് ഉണ്ട്, അതിലൂടെയൊക്കെ നിരന്തരമായി ഇവിടെയുള്ള നാട്ടുകാരോട്, ഇവിടെയുള്ള പൊതുസമൂഹത്തോട് നമ്മൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെയുള്ള നാട്ടുകാരടക്കം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്താണ് ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സാമുദായിക സംഘടനകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ സംവിധാനങ്ങളും ഈ മസ്ജിദും ഈ സംഘടനയുമെല്ലാം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ ശ്രമിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്, കേരളമെന്ന നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ വളരെയധികം പല മേഖലകളിൽ മുന്നോട്ട് കുതിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. സാക്ഷരതയുടെ വിഷയത്തിലാകട്ടെ, ആരോഗ്യരംഗത്തും പ്രാഥമിക വിദ്യാഭ്യാസത്തിലും വികസനത്തിലും അടിസ്ഥാന സൗകര്യത്തിലുമെല്ലാം നമ്മൾ മലയാളികൾ, കേരളീയർ വളരെയധികം മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെയധികം ഭൗതിക സാഹചര്യങ്ങളിൽ, ഭൗതിക പുരോഗതിയിൽ വളരെയധികം കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളമെന്ന സംസ്ഥാനം, മലയാളികളെന്ന നമ്മൾ, അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട്. നമ്മൾ അഭിമാനിക്കാറുണ്ടല്ലേ, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ, ആരോഗ്യത്തിൻ്റെ മേഖലയിൽ, സാക്ഷരതയുടെ രംഗത്ത് നമ്മൾ മുന്നിലാണ് എന്ന്, നമ്മൾ മലയാളികൾ ഒന്നാമതാണ് എന്ന് പലപ്പോഴും നമ്മൾ അഭിമാനിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ അതോടൊപ്പം അതിലേറെ ഗൗരവകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട്. എന്താണത്? ഇങ്ങനെ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും, അതേപോലെ തന്നെ ആത്മഹത്യയുടെ വിഷയത്തിലും നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ തകരുന്ന വിഷയത്തിൽ, ഛിദ്രമായ കുടുംബങ്ങളുടെ വിഷയത്തിൽ, ആ കണക്കുകളിൽ കേരളം, അതുപോലെ തന്നെ മലയാളികൾ വളരെയധികം മുന്നിലാണ്. മദ്യപാനം കൂടുന്ന വിഷയത്തിൽ കേരളീയർ, മലയാളികൾ വളരെയധികം മുന്നിലാണ്. ലഹരി, സിന്തറ്റിക് ലഹരി, അങ്ങനെ ലഹരിയിൽ അടിമപ്പെടുന്ന വിഷയത്തിൽ കേരളീയർ, മലയാളികൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യകൾ പെരുകുന്ന വിഷയത്തിൽ മാത്രമല്ല, എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന വിഷയത്തിൽ മലയാളികൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്ലീല ചിത്രങ്ങൾ വ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളും ലൈംഗിക അരാജകത്വങ്ങളും ലൈംഗിക അതിക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അധാർമികതകൾ എല്ലാ നാട്ടിലും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചില കണക്കുകൾ കൂടി മലയാളികളാണെന്ന് അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ കാരണം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റു പല മേഖലകളിലും മലയാളികൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ, മുന്നോട്ട് കുതിക്കുമ്പോൾ, ഭൗതിക സാഹചര്യങ്ങൾ അത്രയേറെ നല്ല രൂപത്തിലേക്ക് ഇന്ത്യയിലുള്ള മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത രൂപത്തിൽ മലയാളികൾ, കേരളീയർ മുന്നോട്ട് കുതിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില തകർച്ചകൾ നമുക്ക് അതിൻ്റെ കൂടെ കാണാൻ സാധിക്കുന്നു.
എന്തുകൊണ്ടാണ് ഭൗതികമായി ഇങ്ങനെ മുന്നോട്ട് ഗമിക്കുമ്പോഴും മുന്നോട്ട് കുതിക്കുമ്പോഴും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ മലയാളികളായ നമ്മുടെ എല്ലാ അടിസ്ഥാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഗൗരവകരമായ ചിന്തകൾ നമുക്ക് വേണം. ഈ കാര്യങ്ങളുടെ അടിസ്ഥാനമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇത്തരം സംവിധാനങ്ങളിലൂടെ, മസ്ജിദുകളിലൂടെ നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലടക്കം ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നേരിട്ട് ഓരോരുത്തരും അത് അനുഭവിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബ ബന്ധങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. പല വിവാഹങ്ങളും വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഡിവോഴ്സിലേക്ക് എത്തുകയാണ്. വിവാഹമോചനങ്ങൾ പെരുകുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ഒന്ന് ആലോചിച്ചാൽ പറയാൻ സാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ കുട്ടികളുടെ അവസ്ഥ, ചെറിയ കുട്ടികൾ, യുവതലമുറ, അവരുടെ പെരുമാറ്റത്തിലുള്ള ദൂഷ്യം, അത് പലപ്പോഴും നമ്മൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഈ യുവതലമുറ ഇങ്ങനെയാകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അശ്ലീല രംഗങ്ങൾ മാത്രമല്ല, അശ്ലീല പദപ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും അശ്ലീല പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ മടിയില്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹവേളകളിലും വിവാഹ ചടങ്ങുകളിലും മറ്റ് ആഘോഷവേളകളിലുമടക്കം പലതരത്തിലുള്ള അങ്ങേയറ്റം വൃത്തികെട്ട രൂപത്തിലുള്ള ആഘോഷ രൂപങ്ങൾ നമ്മൾ കാണുന്നുവെന്ന് മാത്രമല്ല, അതിനോട് എതിർപ്പുള്ളവർ പോലും, പ്രായമുള്ള, അതിനോട് അങ്ങേയറ്റം എതിർപ്പ് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർ പോലും അതൊന്നും ഇപ്പൊ പറയണ്ട, ഇന്നത്തെ കാലത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന, എന്ന് മനസ്സിൽ വിചാരിച്ച് അതിനോട് താദാത്മ്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിനോട് മൗനം കൊണ്ടെങ്കിലും അതിനോട് യോജിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകരോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം നമ്മുടെ കുട്ടികളുടെ അവസ്ഥയെപ്പറ്റി. പണ്ടൊക്കെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ കേവലം ക്ലാസ്സിലേക്ക് വന്നിട്ട് ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ കണക്കും പഠിപ്പിക്കുന്നവർ മാത്രമായിരുന്നില്ല. നമ്മുടെ കുട്ടികളെ സമൂലമായി രൂപീകരിക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അവരിൽ അധാർമികതകൾ കണ്ടാൽ, അനാവശ്യങ്ങൾ കണ്ടാൽ അധ്യാപകർ മുമ്പ് തിരുത്തുമായിരുന്നു. മോനെ അത് ചെയ്യരുത്, മക്കളെ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിക്കുന്ന അധ്യാപകരാണ് നമുക്ക്, അല്ലെങ്കിൽ പഴയ തലമുറക്ക് ഓർമ്മയുള്ളതെങ്കിൽ ഇന്നത്തെ അധ്യാപകരോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയൊന്നും മിണ്ടിയിട്ട് കാര്യമൊന്നുമില്ല, മിണ്ടിയാൽ തിരിച്ചു ചോദ്യം വരും. ടീച്ചറാരായത് ചോദിക്കാൻ, മാഷാരായത് സംസാരിക്കാൻ എന്ന ചോദ്യം തിരിച്ചു വരും. മാഷ് ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സ് പഠിപ്പിച്ച് പോയാൽ മതി, എന്നെ ഗുണദോഷിക്കാൻ വരേണ്ടതില്ല എന്ന് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുമുള്ള കുട്ടിയടക്കം തിരിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും രൂപത്തിൽ അവരെ തിരുത്താൻ ശ്രമിച്ചാൽ ബാലാവകാശ കമ്മീഷനെ പോലും വിളിക്കാൻ മടിക്കാത്ത ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക്, ആ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളത് അധ്യാപകരോട് ചോദിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് പിഴച്ചത്? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ, നാട്ടിൽ, അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ, എല്ലായിടത്തും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരുടെയും അനുഭവമാണ്. എവിടെയാണ് പിഴച്ചത്? ഒരു ഭാഗത്ത് എല്ലാ നിലക്കും ഭൗതികമായി പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. എവിടെയാണ് പിഴച്ചത്? എന്താണ് ഈ പിഴവ് പറ്റാൻ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല ഈ മാറ്റങ്ങൾ അത് യാദൃശ്ചികമാണ് എന്ന്. ഈ മാറ്റങ്ങൾ യാദൃശ്ചികമാണ് എന്ന് നമ്മൾ ഒരാളും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ കുട്ടിയുടെ സ്വഭാവദൂഷ്യം അത് അവന് മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമാണ് എന്ന് വിചാരിക്കേണ്ട.
നിങ്ങൾക്ക് ഒരു കാര്യം അത് തെറ്റാണെന്ന് പോലും അവരോട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ, സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അടുത്തുള്ള നാട്ടുകാർക്ക് സ്കൂളും കോളേജും വിട്ടുകഴിഞ്ഞാൽ 1 മണിക്കൂർ നേരത്തേക്ക് അവിടെയുള്ള ബസ് സ്റ്റോപ്പിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക, ഇത് യാദൃശ്ചികമായി എങ്ങനെയോ അങ്ങ് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമല്ല. ഏതോ ചില കുട്ടികളുടെ വികൃതികളല്ല ഇത് കൃത്യമായ ചില പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മൾ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിലടക്കം ഒരു പക്ഷേ ബാധിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് അവിഹിത ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ഒന്നാലോചിച്ച് നോക്കുക. അവിഹിത ബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹപൂർവമായ, വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു 20 വർഷം മുമ്പ് എത്ര ഗൗരവത്തോടു കൂടിയായിരുന്നു നമ്മുടെ സമൂഹം കണ്ടിരുന്നത്. അത് മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല കേട്ടോ, മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധങ്ങൾ, ഒളിച്ചോടലുകൾ എന്നൊക്കെ പറയുന്നത് അത്രയേറെ ഗൗരവത്തിലായിരുന്നു നമ്മുടെ സമൂഹം കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുക, ഒരു 20 വർഷത്തിനിപ്പുറത്ത് ആ ഒരു പ്രണയബന്ധങ്ങളാകട്ടെ, അത്തരത്തിലുള്ള വിവാഹങ്ങളാകട്ടെ അങ്ങേയറ്റം സ്വാഭാവികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ അങ്ങനൊക്കെ ഉണ്ടാവും. ഇന്നത്തെ കാലം ഇതൊക്കെ നമ്മൾ അതൊക്കെ അംഗീകരിച്ചേ മതിയാവുള്ളൂ, നമുക്കത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് സ്വയം പറയുന്ന ഒരു അവസ്ഥ. മതപരമായി വളരെയധികം ശ്രദ്ധിക്കുന്ന, വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ആളുകൾ പോലും, അത്തരത്തിലുള്ള രക്ഷിതാക്കൾ പോലും ഇതിനൊക്കെ അടിയറവ് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തേ സംഭവിച്ചത് എന്ന്? 20 വർഷം മുമ്പ് ഒരിക്കലും നിന്നെ വീട്ടിൽ തന്നെ കയറ്റൂല എന്ന് പറയാൻ മാത്രം അത്രയും ഗൗരവം നമ്മൾ കണ്ടിരുന്ന അവിഹിത ബന്ധങ്ങളോ അല്ലെങ്കിൽ വിവാഹപൂർവമായ പ്രണയബന്ധങ്ങളോ എന്തുകൊണ്ടാണ് ഇന്ന് കല്യാണം നടത്തി വീട്ടിലേക്ക് കയറ്റാൻ നമുക്ക് പോലും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം എങ്ങനെയാ മാറിയത്? യാദൃച്ഛികമായി സംഭവിച്ചതാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ കുട്ടികളടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളുടെയൊക്കെ പ്രധാന പ്രമേയങ്ങൾ എന്തായിരുന്നു എന്ന്. സിനിമകളുടെ പ്രധാന പ്രമേയം പലതിൻ്റെയും, ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഒരു 80% സിനിമകളുടെയും പ്രമേയം എന്താ? പ്രണയങ്ങളാണ്. ക്യാമ്പസ് പ്രണയങ്ങളാണ്, വിവാഹപൂർവമായ പ്രണയങ്ങളാണ്. ആ പ്രണയങ്ങൾ തീമായി സിനിമകൾ നിരന്തരമായി വരികയാണ്. സിനിമകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യേകതയുണ്ട്, അത് ഓഡിയോ വിഷ്വൽ മീഡിയയാണ്. 2 തരത്തിലും, ഓഡിയോ ആയും വിഷ്വലായിട്ടും നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കും. ഒരു സിനിമ 2 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂറാണെങ്കിൽ ആ 2-3 മണിക്കൂർ പൂർണ്ണമായും നമ്മുടെ തലച്ചോർ അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ അത്രമേൽ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സിനിമകളുടെ പ്രമേയം വിവാഹപൂർവമായ പ്രണയബന്ധങ്ങളായിരുന്നു. ആ സിനിമകൾ കാണുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു നായികയും നായകനും ഉണ്ടാവും. അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, അവർ പ്രണയത്തിൽ ഏർപ്പെടും. ആ പ്രണയബന്ധത്തിലേക്ക് എത്തിപ്പെട്ടാൽ ആ പ്രണയത്തെ തകർക്കുകയോ അല്ലെങ്കിൽ അതിനെ വേണ്ട എന്ന് പറയുന്നവരോ ആയിരിക്കും വില്ലന്മാർ. അവരായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ഉള്ളവർ. എന്നിട്ടോ ഈ സിനിമ കാണുന്നയാളുടെ മനസ്സ് ആ പ്രണയം എങ്ങനെയെങ്കിലും സിനിമ അവസാനിക്കുമ്പോഴേക്ക് അതൊന്ന് സഫലീകരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് അവരെ 2-3 മണിക്കൂറും വലിച്ചു കൊണ്ടുപോവാൻ അവരുടെ മനസ്സിനെ. ചിലപ്പോൾ അവരൊന്ന് യോജിച്ചിരുന്നെങ്കിലും പ്രാർത്ഥിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോലും എന്ത് ചെയ്യാണ് സിനിമകൾ നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോകാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, 3 മണിക്കൂർ നമ്മുടെ തലച്ചോറിന് ആ ഒരു പ്രവൃത്തി അത് ശരിയാണെന്ന് മാത്രമല്ല, അത് എങ്ങനെയെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിപ്പിക്കുകയാണ്. സിനിമയുടെ ലോകത്താണ്, വിശ്വ ലോകത്താണ്. പക്ഷേ നമ്മുടെ തലച്ചോറിനെ ആ രൂപത്തിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ. ഇതൊരു സിനിമയല്ല, അനേകം സിനിമകൾ നമ്മൾ പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മക്കൾ, പുതിയ തലമുറ ഇതൊക്കെ ഇങ്ങനെ കണ്ടു. അവരുടെ തലച്ചോറിലേക്ക് അത്തരം ഒരു ചിന്താഗതി കയറി. ആ ചിന്താഗതി കയറിയതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനൊന്നും പറ്റൂല, അത്തരത്തിലുള്ള പ്രവൃത്തിയൊന്നും ഇവിടെ അനുവദിക്കൂല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വർഷങ്ങൾ കൊണ്ട് അവരുടെ തലച്ചോറിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയായിരുന്നു. ഇതൊരു പ്രശ്നമല്ല, ഇതാണ് ശരി, ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന ഒരു
മെസ്സേജ് നിരന്തരമായി നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് അവർ കാണുകയായിരുന്നു. നമ്മളടക്കം അതിൻ്റെ കൂടെ ഇരുന്നു കൊടുത്തുകൊണ്ട് ആസ്വദിക്കുകയായിരുന്നു. നമ്മൾ അതിൻ്റെ കൂടെ അവരുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അത് പറ്റൂലട്ടോ എന്ന് പറഞ്ഞാൽ ആ പറ്റൂലട്ടോ എന്നുള്ള വാക്കിന് അവർ വല്ല വലയും നമ്മുടെ കുട്ടികൾ കൊടുക്കുമോ? ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിവാഹപൂർവമായ പ്രണയബന്ധങ്ങൾ യാദൃശ്ചികമായി കൂടിയതാണോ? അല്ല. വളരെ കൃത്യമായി സിനിമകളിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് അടിച്ചിറക്കിയ ഒരു ആശയമാണത്. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് പലപ്പോഴും പല ആളുകളുടെയും പല കുടുംബങ്ങളുടെയും വലിയ ഒരു പ്രയാസമാണ് വിവാഹത്തോടുള്ള വിരക്തി കാണിക്കുന്ന പെൺകുട്ടികൾ. 10-25 വയസ്സായിട്ടുണ്ടാവും, പക്ഷേ കുട്ടി പറയണ എനിക്കിപ്പോൾ കല്യാണം വേണ്ട. പറഞ്ഞു, എനിക്ക് വേണ്ട, ഇപ്പോൾ കല്യാണം വേണ്ട, അത് തീരുമാനമാണ്. അപ്പം നമ്മൾ പല ആൾക്കാരും അല്ലേ ആദ്യമൊക്കെ അതിൻ്റെ കൂടെ നിന്നു, പക്ഷേ പിന്നെ അങ്ങോട്ട് വേദനിക്കുകയാണ്. എന്താ ചെയ്യുക? പിന്നെ നല്ല ബന്ധങ്ങൾ കിട്ടുമോ? ആകെ പ്രയാസപ്പെടുകയാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ സമൂഹത്തിൽ നമ്മുടെ പെൺകുട്ടികൾ, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കടക്കം ഇത് ബാധിച്ചിട്ടുണ്ട്, പെൺകുട്ടികൾ പ്രത്യേകിച്ചും വിവാഹത്തോട് നോ പറയുന്ന അവസ്ഥ അത് യാദൃച്ഛികമായി വന്നതാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? യാദൃച്ഛികമായിട്ട് വന്നതാണെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടാവുള്ളൂ. ഇന്ന് സമൂഹത്തിലിറങ്ങി ആളുകളോട് സംസാരിച്ച് നോക്കുക, വലിയൊരു വിഭാഗം പെൺകുട്ടികൾക്ക് ഇന്ന് വിവാഹത്തോട് താല്പര്യമില്ല. അത് യാദൃച്ഛികമല്ല. നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടക്കിറങ്ങിയിട്ടുള്ള സിനിമകളുടെ പ്രമേയങ്ങൾ പലതും വിവാഹമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രശ്നമുണ്ടാക്കുന്ന, അങ്ങേയറ്റം പ്രതിസന്ധി ഉണ്ടാക്കുന്ന, അതോടുകൂടി ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയാണ് എന്ന ഒരു മെസ്സേജ് ഈ അടുത്ത കാലങ്ങളിൽ സിനിമകളുടെ മുഖ്യ പ്രമേയമായി വരികയാണ്. സിനിമകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ വിവാഹം എന്ന് പറയുന്നത് അതൊരു ആവശ്യമില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുകയാണ്. ഇന്റർവ്യൂകൾ വരികയാണ് അല്ലെ. ഇന്റർവ്യൂകൾ എന്താണ്? പല ആളുകളും പല സെലിബ്രിറ്റികളും വന്നിട്ട് പറയാണ്, എനിക്ക് വിവാഹമൊന്നും വേണ്ട, അതില്ലാതെ തന്നെ ഞാൻ ആസ്വദിച്ച് ജീവിക്കാനാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ടകൾ മറുഭാഗത്ത് ലേഖനങ്ങൾ വരികയാണ്. സേ നോ ടു മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു പ്രമുഖ പ്രസിദ്ധീകരണം അതിൻ്റെ ഈ 2025 ജനുവരി എഡിഷന്റെ പ്രമേയം തന്നെ കല്യാണം വേണ്ട പെൺകുട്ടികൾക്ക് എന്നതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ലേഖനങ്ങളിലൂടെ, സിനിമകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ തന്നെ പ്രൊപ്പഗണ്ട ഇന്റർവ്യൂകളിലൂടെ നിരന്തരമായിക്കൊണ്ട് ഇത്തരമൊരാശയം ഏതാനും വർഷങ്ങളായി മലയാളി പൊതുബോധത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ മക്കളടക്കം എനിക്കിപ്പോൾ വേണ്ട, പഠിത്തം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞിട്ട് മതി, 35 വയസ്സ് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയുന്നത് കേവലം അവരുടെ പേഴ്സണൽ ചോയ്സ് എന്നുള്ളതിനപ്പുറത്ത് ഈ ആശയങ്ങൾ അവരുടെ തലയിലേക്ക് കയറിയത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് എന്താണ് ഈ ആശയമെന്നും എവിടെയാണ് അതിൻ്റെ വേരുകൾ എന്നുള്ളതും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടത്. ഞാൻ ഈ ഒരുപാട് തിന്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ വ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം മാത്രമാണോ ഈ തിന്മകൾ ഉണ്ടായതല്ല. മുമ്പും അവിഹിതം ഉണ്ടായിരുന്നു, മുമ്പും അശ്ലീലം കാണുമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എല്ലാ കാലത്തും, പഴയ കാലത്തും ഈ സമൂഹത്തിൽ തിന്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ളതിൽ നിന്നും അതിനൊരു വ്യത്യാസമുണ്ട്. മുമ്പ് ഒരാൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം രഹസ്യമായി മറ്റാരും അറിയരുത് എന്ന് വിചാരിച്ച് എല്ലാവരിൽ നിന്നും അത് മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം സമൂഹത്തിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അവിഹിത ബന്ധങ്ങൾ ഉള്ളവർ തന്നെ നടത്തിക്കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇന്ന് അവിഹിത ബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹപൂർവമോ വിവാഹേതരമോ ആയ ബന്ധങ്ങൾ അതെൻ്റെ അവകാശമാണ് എന്നു പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. മുമ്പ് തിന്മകളായിക്കൊണ്ട് തന്നെയാണ് അത് അംഗീകരിച്ചുകൊണ്ടായിരുന്നു ആളുകൾ ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് തിന്മകൾ അവകാശങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മറ്റേത് തിന്മയാണെന്ന് അറിഞ്ഞതായതുകൊണ്ട് തന്നെ അതിൽ നിന്നും കുറച്ചു കാലം കഴിയുമ്പോൾ അത് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടുപോകാനൊക്കെ സാധ്യതകളുണ്ട്. പക്ഷേ ഇന്ന് തിന്മകൾ ചെയ്യുന്നവർ പറയുന്നത് അതെൻ്റെ അവകാശമാണ്.
ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്തു ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതിലേക്ക് കൈകടത്താൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് ഈ തിന്മ ചെയ്യൽ എൻ്റെ അവകാശമാണ് എന്നാണ് ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ബൗദ്ധികമായി ന്യായീകരിക്കുകയാണ്. മുമ്പ് അശ്ലീലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും മാറി പാത്തും പതുങ്ങിയും വല്ല സീഡിയും ഒപ്പിച്ച് ആരും കാണാത്ത വല്ല വീട്ടിലും പോയി അങ്ങനൊക്കെ വേണമായിരുന്നു മുമ്പ് അശ്ലീലം കാണാനെങ്കിൽ. ഇന്ന് നമുക്കറിയുമോ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ പലതും പോണോഗ്രഫി ഡേകളും അതുപോലെ തന്നെ പോണോഗ്രഫി സെലിബ്രേഷനുകൾ പോലും നടക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അടിസ്ഥാനം? പോണോഗ്രഫി എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അത് കാണുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല, അത് നമ്മുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിൽ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വ്യത്യാസം. പഴയ കാലത്തും തിന്മകൾ ഉണ്ടായിരുന്നു. പക്ഷേ പഴയ കാലത്ത് തിന്മകളായിട്ടായിരുന്നു ആളുകൾ ചെയ്തതെങ്കിൽ ഇന്ന് തിന്മകൾ അവകാശങ്ങളായിക്കൊണ്ടാണ് ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മളെ അടക്കം ഈ സമൂഹത്തിൽ ഒരു പുതിയ മതം നമ്മളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പുതിയ മതം നമ്മുടെ നാട്ടിലുണ്ട്. ആ മതത്തിൻ്റെ ആശയങ്ങളാണിതെല്ലാം. ആ മതത്തിൻ്റെ ആശയങ്ങൾ തലയിൽ കയറിയത് കൊണ്ടാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള തിന്മകൾ അവകാശമാണെന്ന് പോലും തോന്നാൻ കാരണം. ഏതാണ് ആ മതം? ആ മതത്തിന് പള്ളിയോ അമ്പലമോ ചർച്ചോ ഇല്ല. ആ മതത്തിന് ദൈവമില്ല. ആ മതത്തിന് പ്രതിഷ്ഠകളില്ല. ആ മതത്തിന് വേദഗ്രന്ഥങ്ങളില്ല. മറിച്ച് ആ മതം ദൈവമില്ല മതമാണ്. ആ മതം ദൈവമില്ല, മതമില്ല എന്ന് പറയുന്ന മതമാണ്. അതിനെയാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ വിളിക്കുന്നത്. പലപ്പോഴും ഇത്തരം ചർച്ചകൾ കേൾക്കുമ്പോൾ ലിബറലിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, അതൊക്കെ വേറെ കുറേ ആൾക്കാർ വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്ന ഒരു ലാഘവത്തോടെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അറിയുക, ഇത് വേറെ ഏതെങ്കിലും അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ലിബറലിസം എന്നുള്ള പേര് കേട്ടത് കൊണ്ട് അത് വേറെന്തോ ആണെന്ന് വിചാരിക്കേണ്ട, ഒന്നുമില്ല. എന്താണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനം? ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും നമുക്കൊക്കെ, പ്രത്യേകിച്ചും പ്രായമുള്ളവർക്കൊക്കെ പരിചയം ഉണ്ടാവും വേറൊരു പദം, നിരീശ്വരവാദം എന്ന്. നിരീശ്വരവാദം എന്നുള്ള പദം പലപ്പോഴും നമുക്ക് പരിചയം ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് ഒരുപാട് സംവാദങ്ങളും എഴുത്തുകളൊക്കെ നടന്ന് പല ആളുകളും ചർച്ച ചെയ്തിട്ടുണ്ടാവും. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ എന്താ? നിരീശ്വരവാദം പറയുന്നത് ദൈവമില്ല, ഈശ്വരനില്ല എന്ന വാദമാണ് നിരീശ്വരവാദം. അത് കൃത്യമായി കൊണ്ട് തന്നെ അവരത് പറയും. അവരുടെ വിശ്വാസം അതാണ്, ദൈവം ഇല്ല എന്നാണ് അവരുടെ വിശ്വാസം. അത് വളരെ കൃത്യമായി തന്നെ അവരത് സമർത്ഥിക്കും. അതുപോലെ തന്നെ മതവിശ്വാസികളോട് അവർ സംവാദങ്ങൾ നടത്തും. നമ്മളോട് നേരിട്ട് വന്നുകൊണ്ട് തന്നെ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല, വെറുതെ നിസ്കരിക്കുന്നത്, വെറുതെ നോമ്പ് നോൽക്കുന്നത്, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരിട്ട് നമ്മളോട് മതം വേണ്ട, ദൈവമില്ല എന്ന് പറയുകയാണ് നിരീശ്വരവാദികൾ ചെയ്തിരുന്നത്. അപ്പം എന്താ ചെയ്തത് മതവിശ്വാസികൾ? അവർക്ക് തിരിച്ചു മറുപടിയും പറഞ്ഞു. ഒരുപാട് സംവാദങ്ങൾ നമ്മുടെ നാട്ടിലടക്കം നിരീശ്വരവാദികളോട് നേരിട്ട് നടന്നു, അല്ലേ? അതിൻ്റെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ നമുക്ക് പല ആളുകൾക്കും ഉണ്ടാവും. അതാണ് നിരീശ്വരവാദം എന്ന് വെച്ചാൽ മതം വേണ്ട, ദൈവമില്ല എന്ന് നേരിട്ട് നമ്മളോട് വന്ന് സംസാരിക്കുകയും സംവാദം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിരീശ്വരവാദം. എന്നാൽ എന്താണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ? നിരീശ്വരവാദം ഈക്വൽ ടു ലിബറലിസം അല്ല. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേ ആശയങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അത് നേരിട്ട് വന്ന് പറയില്ല. മതം വേണ്ട, ദൈവമില്ല എന്നതൊക്കെ തന്നെയാണ് ലിബറലിസത്തിൻ്റെയും ആശയമെങ്കിലും അത് നിരീശ്വരവാദികൾ നേരിട്ട് വന്നിട്ട് ദൈവമില്ല, മതം വേണ്ട എന്നൊക്കെ പറയുന്നത് പോലെ നേരിട്ട് അവർ വന്ന് പറയില്ല. മറിച്ച് അവർ ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ മതത്തിൽ വിശ്വസിക്കാനുള്ള സാമൂഹികമായ കാരണങ്ങൾ, ധാർമ്മികമായ കാരണങ്ങളൊക്കെ ഇല്ലാതാക്കി പതിയെ പതിയെ നമ്മളെ അത്തരമൊരു ചിന്താഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലിബറലിസം ചെയ്യുന്നത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്താണ്? നമുക്ക് രണ്ട് രൂപത്തിൽ ശത്രുക്കളെ കാണാൻ സാധിക്കും, അല്ലേ? ഒന്ന്, ചില ശത്രുക്കൾ എന്താ നമ്മളോട് നേരിട്ട് വന്നിട്ട് യുദ്ധം ചെയ്യും. നേരിട്ട് വന്നിട്ട് യുദ്ധം ചെയ്യുന്ന ശത്രുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കും കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ശത്രുവിനെ കാണും, ശത്രുവിനോട് നേരിട്ട്
ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ചില ശത്രുക്കളുണ്ട് നമ്മളെ പിന്നിലൂടെ വന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആക്രമിക്കുന്ന ശത്രുക്കൾ. അതാണ് കൂടുതൽ അപകടകരം. ഇതിൽ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് വരുന്ന ശത്രുവാണ്. നമ്മളോട് നേരിട്ട് വന്നിട്ട് പറയും മതം വേണ്ട, ദൈവമില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ അവർ പറയും. നമുക്ക് അവരോട് മറുപടി പറയാം, ഹലാസ് കഴിഞ്ഞു. പക്ഷേ ലിബറലിസം എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്ന് അവരൊരിക്കലും നിങ്ങളോട് മതം വേണ്ട എന്ന് പറയൂല, ഒരിക്കലും നിങ്ങളോട് നേരിട്ട് വന്നിട്ട് തട്ടഴിച്ചോളൂ എന്ന് പറയൂല. മറിച്ച് ലിബറലിസം നിങ്ങളറിയാതെ നിങ്ങളെ പല രൂപത്തിൽ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ, സിനിമകളിലൂടെ, റീലുകളിലൂടെ, അതുപോലെ തന്നെ ഷോർട്സിലൂടെ, എഴുത്തുകളിലൂടെ നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ചിന്തയെയും സ്വാധീനിക്കുകയും നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും ആശയം ഏകദേശം ഒരേ രൂപത്തിലാണ് പോവുക. പക്ഷെ ഒന്ന് നേരിട്ട് വരും, മറ്റേത് പിന്നിലൂടെ വരും, നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കും. എന്താണ് ഈ മതത്തിൻ്റെ ലിബറലിസം എന്ന് പറയുന്ന മതത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ എന്താണ്? നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ പോലും കേട്ടിട്ടുണ്ടാകും, പുതിയ തലമുറക്കൊക്കെ കൂടുതൽ പരിചയം ഉണ്ടാവും. ആ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശരിയും തെറ്റുകളും നമുക്കറിയാലോ അല്ലേ. പല കാര്യങ്ങളും നമ്മൾ ശരിയാണെന്ന് പറയും, ചില കാര്യങ്ങൾ നമ്മൾ തെറ്റാണെന്ന് പറയും. ഈ ശരിയും തെറ്റും വേർതിരിക്കാൻ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ പൊതുവെ ഒരു കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മതവിശ്വാസികളായ ആളുകൾ അത് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കാം. തെറ്റാണെങ്കിൽ അത് പടച്ചവൻ വിരോധിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മുടെ ചിന്ത. എന്നാൽ ഈ ലിബറൽ മതം പറയുന്നത് ഒരു കാര്യം ശരിയോ തെറ്റോ എന്നറിയാൻ നിങ്ങൾ മതത്തിലേക്കോ ഖുർആനിലേക്കോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലേക്കോ ഒന്നും പോകേണ്ടതില്ല. മറിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനവർ പൊതുവെ പറയുന്ന ഒരു മാനദണ്ഡമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്താലും അത് പ്രശ്നമില്ല. കേൾക്കുമ്പോൾ നമുക്കും ഒരുപക്ഷെ വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുക അല്ലേ. മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് തിന്മ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം അല്ലേ. നമുക്കും പലപ്പോഴും അത് നല്ലൊരു ആശയമാണല്ലോ എന്നൊരു പക്ഷേ തോന്നിയേക്കും. ഈ ആശയമാണ് ലിബറലിസം നമ്മുടെ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം സിനിമകളിലൂടെ മാത്രമല്ല, റീലുകളിലൂടെ മാത്രമല്ല, ഈവൻ നമ്മുടെ കലാലയങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ, ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പോലും ഇത്തരം ആശയങ്ങൾ പല രൂപത്തിൽ നമ്മുടെ മക്കളെ അടക്കം സ്കൂളിൽ നിന്നടക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാടടക്കം ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മതക്കാരും, എല്ലാ പാർട്ടിക്കാരും, എല്ലാ ആശയക്കാരും ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്നൊരു പ്രശ്നം ലഹരിയാണ് അല്ലേ. ലഹരിയെ കൊണ്ട് വലിയ പ്രശ്നമാണ്. പുതിയ തലമുറ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ്, വലിയ പ്രയാസമാണ് എന്നൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എല്ലാവർക്കും അത് ഒഴിവാക്കണം, അത് നാട്ടിൽ നിന്നും ഇല്ലാതാക്കണം എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ നമ്മൾ ഈ മതത്തിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരിക. എന്താ ഈ ലിബറൽ മതം പറയുന്നത്? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്താലും പ്രശ്നമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും സിനിമകളിലൂടെയും റീലുകളിലൂടെയും വേറെ ചില ആശയങ്ങൾ കൂടി പഠിപ്പിക്കും. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. എന്തൊക്കെ ആസ്വാദനങ്ങൾ നമുക്ക് നേടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ആസ്വദിക്കണം. രണ്ടാമത്തത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ലഹരിയിലേക്ക് വരിക. ഇതൊക്കെ പഠിച്ച, ഇത് സിനിമയിൽ നിന്നും അതുപോലെ തന്നെ റീലുകളിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ആശയം കേട്ടു പഠിച്ച, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി അവൻ്റെ കോളേജിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് ഒരു പൊതി നീട്ടുകയാണ്. ഇതൊരു MDMA പൊതിയാണ്, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പൊതിയാണ്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, നല്ല രസമാണ്, നല്ല ആസ്വാദനമാണ് എന്ന് പറയാൻ. അപ്പോൾ അവൻ എന്താ ചിന്തിക്കുക? ഒന്നാമത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ആസ്വാദനമാണ്. അതിനുള്ളൊരു വഴി ഇതാ കണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാനിത് ഉപയോഗിക്കുന്നത് എൻ്റെ റൂമിൽ വേറെ ആരും കാണാതെയാണ്, ബാക്കി ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലിബറൽ മതത്തിൻ്റെ ആശയപ്രകാരം ഈ ലഹരി ഉപയോഗം തിന്മയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം കുട്ടി വിചാരിക്കുന്നുണ്ടാ, ഒന്നാമത് നല്ല ആസ്വാദനം വേണം, അതിന് പറ്റിയ സാധനമാണ് ഈ ലഹരി. രണ്ടാമത്തത്, ഇത് മറ്റാരെയും ഞാൻ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ എൻ്റെ റൂമിൽ കുറ്റിയിട്ടിട്ട് വേറെ ആരും കാണാതെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത്. അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല.
ഇവിടെയാണ് ഈ പ്രശ്നത്തിന്റെ വേര് കിടക്കുന്നത്. നമ്മുടെ കുട്ടികളെ സിനിമകളിലൂടെയും റീലുകളിലൂടെയും നിരന്തരമായി ആസ്വാദനമാണെല്ലാം. ജീവിതത്തിൽ നിങ്ങൾ പരമാവധി ആസ്വാദനം കണ്ടെത്തണം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് നിരന്തരം പഠിപ്പിക്കുകയാണ് സിനിമകളും റീലുകളും ഷോർട്സും ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും യൂട്യൂബ് ഇന്റർവ്യൂകളുമെല്ലാം. അങ്ങനെ ഒരു ആശയം തലയിൽ കയറിയ ഒരു കുട്ടി, അവന്റെ മുമ്പിൽ ഒരു ലഹരി വന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ എൻ്റെ സ്വകാര്യതയിൽ ഞാനത് ചെയ്താൽ എന്താ പ്രശ്നം എന്ന ഒരു ചോദ്യം അവന്റെ മനസ്സിൽ വരൂലേ? അല്ലേ? സ്ഥിരമായൊരു ചോദ്യമാണ്, അത് എന്താ കുഴപ്പം, അതിനിപ്പോൾ എന്താ പ്രശ്നം, അല്ലേ? ആ ചോദ്യമാണ് കുട്ടികളും ചോദിക്കുന്നത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ലഹരി ഇല്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും, ലഹരി വിരുദ്ധ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കും. എന്നിട്ടോ നമ്മൾ എന്താ ചെയ്യുക? കുട്ടികളോട് പറയും, കുട്ടികളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. ശരി, എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത്? നിങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാകും, നിങ്ങളുടെ കരളടിച്ചു പോകും, നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും, നിങ്ങളുടെ ശരീരം തകർന്നു പോകും, നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും. ഇതൊക്കെയാണ് നമ്മൾ പറയാം, അല്ലേ? ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇത് കേൾക്കുന്ന, നേരത്തെ പറഞ്ഞ ഈ ലിബറൽ മതത്തിന്റെ ആശയങ്ങൾ തലയിൽ കയറിയിട്ടുള്ള കുട്ടി എന്താ ചിന്തിക്കുക? ശരി, പെട്ടെന്ന് മരിച്ചു പോകും, അല്ലെങ്കിൽ അവയവങ്ങൾ ഇല്ലാതായി പോകുന്നൊക്കെയാണ് പറയുന്നത്. അതിനിപ്പോൾ എന്താ? കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? പരമാവധി ആസ്വാദനം കണ്ടെത്തുക എന്നാണ്. അങ്ങനെ പരമാവധി ആസ്വദിച്ച് ഒരു 10-30 വയസ്സാകുമ്പം മരിച്ചു പോവുകയാണെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ. എന്തിനാ ഇപ്പോൾ ഒരു 60 വയസ്സ് വരെ ജീവിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ആ നിലക്ക് മറ്റുള്ളവരെ ഞാൻ ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല, അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ തീരുമാനമാണ്. മൈ ബോഡി മൈ ചോയ്സ്. നമ്മുടെ കുട്ടികളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന ഒരു സാധനമാണ്, അല്ലേ? മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരമാണ്, അതെങ്ങനെ കൊണ്ടുപോകണമെന്ന്, അതിനെന്തുപയോഗിക്കണമെന്ന്, അതിനെങ്ങനെ ആസ്വദിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്ന ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അത് വേണ്ടാന്ന് പറയാൻ ഈ മാഷാര, അത് വേണ്ടാന്ന് പറയാൻ ഈ ഉസ്താദാര, അത് വേണ്ടാന്ന് പറയാൻ ഈ ഉമ്മയുപ്പയാര? ആരുമല്ല, അത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഇഷ്ടമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടിയെ ലഹരിയിൽ നിന്നും തടയാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും, ഏതു മതമാകട്ടെ, ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, നമ്മൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കേണ്ടതാണ്, അല്ലേ? എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറ, ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ലിബറൽ മതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്ലാസ്സിൽ പോയി ലിബറലുകളായി സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാരൊന്നല്ല. നമ്മുടെ അടക്കം വീടുകളിൽ വരുന്ന കുട്ടികൾ, അവര് സിനിമകൾ കാണുന്നുണ്ടോ, അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ അവരിലടക്കം ഈ ആശയത്തിന്റെ വേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന അത്തരം ചിന്തകളുള്ള കുട്ടികളെ എങ്ങനെയാണ് ലഹരി തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുക? കഴിയില്ല. ഒറ്റക്കാരേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഈ ചിന്ത തെറ്റാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ആസ്വാദനമൊന്നും അല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ചില കാര്യങ്ങളും അത് നമ്മൾ ഒഴിവാക്കേണ്ട അധാർമികമായ കാര്യങ്ങളുണ്ട് എന്നവരെ പഠിപ്പിക്കാമെന്നല്ലാതെ ഈ ആശയം വെച്ച് നിൽക്കുന്ന, അത് തലയിൽ കയറിയ ഒരു കുട്ടിയെ കൊണ്ട് ഒരിക്കലും നമുക്ക് ലഹരി തിന്മയാണെന്ന് പറയാൻ സാധ്യമല്ല. ലഹരി മാത്രമല്ല, മറ്റൊരു തിന്മയും തിന്മയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റൂല. നമ്മൾ പലപ്പോഴും പ്രയാസം പറയുന്ന ഒരുപാട് തിന്മകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ടല്ലോ. വ്യഭിചാരം, അല്ലേ? വ്യഭിചാരം നമ്മുടെ പൊതുസമൂഹത്തിൽ അതൊരു തിന്മയാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ഏത് മതക്കാരാകട്ടെ, വ്യഭിചാരം ഒരു തിന്മയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. എങ്ങനെയാണ് പുതിയ തലമുറയിലെ ഈ ലിബറൽ ചിന്ത ബാധിച്ച സിനിമകൾ കണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇത്തരം ചിന്തകൾ തലയിലേറ്റിയ കുട്ടികളോട് വ്യഭിചാരം തെറ്റാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അവർ പറയുന്നെന്താ? ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. എൻ്റെ ആസ്വാദനങ്ങൾ വിവാഹമെന്ന് പറയുന്ന എപ്പോഴോ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തിലേക്ക് മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ആസ്വദിക്കണം. മാത്രമല്ല, മറ്റാരെയും ഞാൻ ഉപദ്രവിക്കുന്നുമില്ല, പരസ്പര സമ്മതത്തോടു കൂടിയാണ് എന്നൊക്കെ പറയുന്ന കുറെ ന്യായങ്ങളും അതിനുണ്ടാകും. അത് പറയുന്ന കുട്ടിയെ, അത് പറയുന്ന യുവാവിനെ തിരുത്താൻ നമുക്ക് സാധിക്കുമോ? അതുപോലെ തന്നെയാണ് കുടുംബം ആവശ്യമില്ല ഇന്ന് സമൂഹത്തിൽ പരക്കുന്ന മറ്റൊരു ചിന്തയാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഇത്തരത്തിലുള്ള പുരോഗമനം
അതുപോലെ തന്നെ ആധുനികത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന യൂറോപ്യൻ നാടുകളിൽ, അമേരിക്കയിലൊക്കെ അത് വളരെ വ്യാപകമായി കഴിഞ്ഞു. കുടുംബം തന്നെ ആവശ്യമില്ല, കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ തന്നെ ആവശ്യമില്ല. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ തരത്തിലുള്ള കുടുംബം കലക്കികളായിട്ടുള്ള ആശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി സിനിമകളിലൂടെയും റീലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പുതിയ തലമുറകളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്കവരെ തിരുത്താൻ സാധിക്കുക? അതുപോലെ തന്നെയാണ് സ്വവർഗരതി, സ്വവർഗാനുരാഗവും സ്വവർഗരതിയും ഇന്ന് നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഈ ചിന്തയാണ്. എന്തിന് എൻ്റെ ചിന്തകളെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ധാർമ്മികതക്കനുസരിച്ച് ഞാൻ എന്തിന് ലിമിറ്റ് ചെയ്യണം? ഞാൻ പരമാവധി ആസ്വദിക്കട്ടെ, മറ്റാരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇതാണ് ചിന്ത. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന ഒരാളോട് സ്വവർഗരതി തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. വ്യഭിചാരം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ വിവാഹം വേണ്ട എന്ന് പറയുന്ന, കുടുംബം വേണ്ട എന്ന് പറയുന്നവരെ അത് വേണമെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. ലഹരി തിന്മയാണെന്നവരെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സമൂഹത്തെ ഗ്രസിക്കുന്ന, സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന തിന്മകളുടെ എല്ലാം നാരായ വേര് കിടക്കുന്നത് ഈ ആശയത്തിലാണ്. അതുകൊണ്ട് സമൂഹം നന്നാവണമെന്ന്, സമൂഹം നല്ലതിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെ വേരോടെ നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിൽ നിന്നും പിഴുതെറിയുക മാത്രമാണ് നമ്മുടെ സമൂഹം നന്നാകാനുള്ള ഏക വഴി. പലപ്പോഴും ആളുകളിൽ ഇതിലേക്ക് പോകുന്നത് മതവും അതുപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അപരിഷ്കൃതമാണ്, അതൊന്നും ഈ കാലത്തിന് യോജിച്ചതല്ല എന്നുള്ള ചില ചിന്താഗതികളും അതിൻ്റെ കൂടെ ഇത്തരം ചില ആശയങ്ങൾ നിരന്തരമായി അവർ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മതം പ്രസക്തമാകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് മതം? എന്താണ് മതത്തിൻ്റെ പ്രസക്തി? നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും സ്വന്തം യുക്തിക്കനുസരിച്ച് ശരിയും തെറ്റും വേർതിരിക്കുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. ചില ആൾക്കാർക്ക് ചിന്തിച്ച് ലഹരി തെറ്റല്ലാന്ന് തോന്നും, വേറെ ചില ആളുകൾക്ക് വ്യഭിചാരം തെറ്റല്ലെന്ന് തോന്നും, വേറെ ചില ആളുകൾക്ക് സ്വവർഗരതി തെറ്റല്ലെന്ന് തോന്നും, വേറെ ചില ആളുകൾക്ക് കുടുംബം വേണ്ട എന്ന് തോന്നും. ഇങ്ങനെ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങിയാൽ, ശരിയും തെറ്റും വേർതിരിക്കാൻ തുടങ്ങിയാൽ, ഓരോരുത്തരും ഇത്തരത്തിലുള്ള പല പ്രവണതകളെയും ന്യായീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മതം മനുഷ്യനോട് പറയുന്നു, മനുഷ്യ, നിന്റെ കാഴ്ചക്ക് പരിമിതിയുള്ളതുപോലെ, നിന്റെ കേൾവിക്ക് പരിമിതിയുള്ളതുപോലെ നിന്റെ ബുദ്ധിശക്തിക്കും പരിമിതിയുണ്ട്, നിന്റെ ആലോചനകൾക്കും ചിന്തകൾക്കും പരിമിതിയുണ്ട്. ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അതിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സമൂഹത്തിലും എനിക്കും എൻ്റെ ഭാവിക്കും അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് പരിമിതികളുണ്ട്. അത് പൂർണ്ണമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും, പക്ഷെ പൂർണ്ണമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെയാണ് നമ്മുടെ ചിന്തക്കും ആലോചനകൾക്കും ബുദ്ധിക്കും പരിമിതിയുള്ളത് കൊണ്ട് തന്നെ ആ പരിമിതികളൊന്നുമില്ലാത്ത നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച സട്ടാവ്, എല്ലാം അറിയുന്ന അൽ അലീമായ ഏകനായ സട്ടാവ് നമ്മളോട് ഒരു കാര്യം അത് നിങ്ങൾക്ക് ഗുണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നന്മ. ആ സട്ടാവ് നമ്മളോടൊരു കാര്യം തിന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തിന്മ. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ യുക്തിവാദം ഇതാണ്. കാരണം നമ്മുടെ ചിന്തക്ക് പരിമിതിയുണ്ട്. നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും പൂർണ്ണമായി ആലോചിച്ചറിയാൻ സാധ്യമല്ല. ആ പരിമിതികളില്ലാത്ത പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കലാണ് യുക്തി എന്നുള്ള രൂപത്തിൽ നമുക്ക് അത് ബോധ്യപ്പെടുത്താൻ, പുതിയ തലമുറയെ അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിമിതികളിൽ കുരുങ്ങിക്കൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാമൂഹ്യ വിരുദ്ധമായ തിന്മകളിലേക്കും സമൂഹം ആപതിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. നമുക്ക് ഈ ഏതൊരു കാര്യത്തിൻ്റെയും പൂർണ്ണമായ പരിണിതികളെക്കുറിച്ച് നമുക്കറിയാൻ സാധ്യമല്ല. നേരത്തെ പറഞ്ഞല്ലോ, വിവാഹം വേണ്ട അല്ലെങ്കിൽ വിവാഹം കുറേയൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന ചിന്തയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. പലപ്പോഴും പെൺകുട്ടികളൊക്കെ വിചാരിക്കുന്നത് അതൊരു നല്ലൊരു തീരുമാനമാണ്. കാരണം എന്താ, വിവാഹം
വിവാഹത്തിലേക്കൊക്കെ കടന്നാൽ പിന്നെ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയി, പിന്നെ ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളൊക്കെ അതോടുകൂടി തീർന്നു, പിന്നെ ഒന്നും പറ്റൂല എന്നൊക്കെയുള്ള ചില ചിന്തകളാണ്. അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന എൻ്റെ ഡിസിഷനാണ് ശരി എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്നും വേണ്ട, ഇത്തരത്തിലുള്ള ചിന്തകൾ വളരെ വ്യാപകമായി ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചു നമ്മൾ നോക്കിയാൽ മതി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഫെമിനിസത്തിൻ്റെയൊക്കെ അതിൽ ആകർഷിച്ചുകൊണ്ട് പല സ്ത്രീകളും വിവാഹത്തിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി. അവർ പല ആളുകളും വിവാഹം പൂർണ്ണമായി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വൈകിപ്പിക്കുകയോ ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. യൂറോപ്യൻ ജനത നഖം കടിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഏതുവരെ ചോദിച്ചാൽ ഫെമിനിസ്റ്റ് ചിന്തകന്മാർ പോലും, ഫെമിനിസ്റ്റ് ചിന്തകരായ സ്ത്രീകൾ പോലും തിരിച്ചെഴുതാൻ, ഞങ്ങൾ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി, വിവാഹം വേണ്ട, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്താൽ മതി, നിങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, നിങ്ങൾ കുടുംബമുണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് മഹാ അബദ്ധമായി പോയി. ഞങ്ങൾക്കിപ്പോൾ ഒരു കുടുംബമുണ്ടായെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞിക്കാലിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ഉമ്മമാരല്ല, മറിച്ച് ഫെമിനിസത്തിനു വേണ്ടി പുസ്തകങ്ങൾ എഴുതിയ ചിന്തകരായ സ്ത്രീകൾ യൂറോപ്പിൽ തിരിച്ചു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്തേ പറ്റിയത്? ഒന്നുമില്ല. അവർ സ്ത്രീകളെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അങ്ങനെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ അവരുടെ ബുദ്ധിയിൽ, അവരുടെ പരിമിതമായ ബുദ്ധിയിൽ അവർ ആലോചിച്ചപ്പം അവർക്ക് ആ സമയത്ത് തോന്നി വിവാഹം വേണ്ടെന്ന്. പിന്നെ ജീവിച്ച് ഒരു 40കളോ 50കളോ ആയപ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു അന്ന് വേണ്ടാന്ന് പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന്. അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ പരിമിതമായ ബുദ്ധിയും യുക്തിയും വെച്ചല്ല ഏതൊരു കാര്യവും നമ്മൾ അളക്കേണ്ടത്, മറിച്ച് ഇതെല്ലാം അറിയുന്ന, സ്ത്രീയെ സൃഷ്ടിച്ച, സ്ത്രീയുടെ പ്രകൃതം അറിയുന്ന, അതുപോലെ തന്നെ ഇണകളാക്കി മനുഷ്യരെ സൃഷ്ടിച്ച, അങ്ങനെയുള്ള വിവാഹത്തിന്റെ പ്രാധാന്യം അറിയുന്ന, എല്ലാത്തിനെ പറ്റിയും എല്ലാം അറിയുന്ന പടച്ചവൻ വിവാഹമാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അതിലേക്ക് പോകലാണ് യുക്തി. സ്വവർഗരതി, പല ആളുകളും ചോദിക്കും സ്വവർഗരതിക്ക് എന്താ കുഴപ്പം അല്ലേ? നമ്മൾ നോക്കുമ്പോൾ രണ്ടാൾക്കാർ അവരുടെ ഇഷ്ടപ്രകാരം അവരെന്തോ ചെയ്തോട്ടെ, നമുക്കെന്താ അല്ലേ? അങ്ങനെയാണ് പല ആളുകളും ചോദിക്കുന്നത്. ശരിയാണ്. നമ്മൾ നോക്കുമ്പോൾ രണ്ടാൾക്കാർ അങ്ങനെ സ്വവർഗരതിയിലേർപ്പെട്ടാൽ, വ്യഭിചാരത്തിലേർപ്പെട്ടാൽ അപ്പൊ തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. ആൾക്കാരെ ചോദ്യമുണ്ട്, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? ഇല്ല. വ്യഭിചാരത്തിലേർപ്പെട്ടാലോ സ്വവർഗരതിയിലേർപ്പെട്ടാലോ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമൊന്നുമില്ല, അപ്പോൾ തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അത് വ്യാപകമായാൽ സമൂഹത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള പഠനങ്ങൾ നമുക്ക് ലഭ്യമാണ്. പ്രത്യേകിച്ചും യൂറോപ്പിലൊക്കെ ഇത് വളരെ വ്യാപകമായിരുന്നു. സ്വവർഗരതി വ്യാപകമായ സമൂഹത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് അവിടെയുള്ള 60-70% ലൈംഗിക രോഗങ്ങൾ ഈ സ്വവർഗരതിക്കാരായ ആളുകളിലാണ്. അതുപോലെ തന്നെ അവർക്ക് വലിയ രൂപത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ യൂറോപ്യൻ സമൂഹത്തിന് തന്നെ ഇതിന്റെ പ്രശ്നം മനസ്സിലാവുകയാണ്. അവിഹിതമായ ബന്ധങ്ങൾ, വിവാഹപൂർവമായ ബന്ധങ്ങൾ, അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയ ആളുകൾക്ക് പിന്നീട് നല്ല കുടുംബജീവിതം തന്നെ സാധ്യമാകുന്നില്ല. അവരുടെ ലൈംഗിക ജീവിതം പരാജയമാകുന്നു, അവരുടെ കുടുംബജീവിതം പരാജയമാകുന്നു, അവരുടെ സാമൂഹ്യ ജീവിതം പരാജയമാകുന്നു. ഇതൊക്കെ കണക്കുകൾ ലഭ്യമാണ്. ഇതെന്തേ സംഭവിച്ചത്? ആദ്യം അവരുടെ യുക്തിയിൽ അവർ ആലോചിച്ചു, സ്വവർഗരതിക്ക് എന്താ പ്രശ്നം, വ്യഭിചാരത്തിന് എന്താ പ്രശ്നം? നമ്മൾ ചിന്തിക്കും അതൊക്കെ ഒരു ആസ്വാദനല്ലേ, ആയിക്കോട്ടെ. പിന്നെ അവർ ആ രൂപത്തിൽ ജീവിച്ച് 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ പരിണിതികൾ കണക്കുകളായി, പഠനങ്ങളായി പുറത്തു വരുമ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ് ഇത് സമൂഹത്തെയും ഞങ്ങളുടെ ജീവിതത്തെയും തകർക്കുകയായിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഏതേത് വിഷയമെടുത്താലും നമ്മളുടെ യുക്തിയിൽ ഒരുപക്ഷെ നമുക്ക് നന്നായി തോന്നുന്നത് യഥാർത്ഥത്തിൽ അത് നമുക്ക് ദോഷകരമായിരിക്കും. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അല്ലെ, ഖുത്ബയിൽ ഒരു കാര്യം ഇമാമ് പറയുമ്പോൾ, ഖതീബ് പറയുമ്പോൾ, ഖുർആൻ ക്ലാസ്സിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ നമ്മളെ അതിനോടൊരു പ്രയാസം നമുക്ക് തോന്നും, നമുക്കതിനോട് ഒരു അനിഷ്ടമുണ്ടാകും. വഹുവ ഖൈറുൽ ലക്കും, യഥാർത്ഥത്തിൽ നിങ്ങൾക്കതൊരു നന്മയായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളെയും ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നു. ബസ് സ്റ്റോപ്പിൽ അതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ നോക്കി കമന്റ് അടിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് മോശമായ രൂപത്തിൽ ആസ്വദിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു.
അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അനാവശ്യങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വേള അതിലേക്കൊന്ന് കണ്ണു നോക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നു. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നു. വഹുവ ശർറുൽ ലക്കും, യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ഷർറാണ്, അത് തിന്മയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവിനാണ് അറിയുക, നിങ്ങൾക്കറിവില്ല. നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്. നമ്മൾ നന്മയാണ്, നല്ലതാണെന്ന് വിചാരിച്ച് ഇവിടെ നടപ്പിലാക്കിയ പലതും അമ്പേ പരാജയമാണെന്ന് പിന്നീട് കാലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് ഈ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട്, നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട്, ആ പരിമിതികളൊന്നുമില്ലാത്ത പടച്ചവൻ എന്തു പറഞ്ഞു എന്ന അന്വേഷണത്തിലേക്ക്, ആ പടച്ചവൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നന്മയായി പഠിപ്പിച്ചത് എന്ന അന്വേഷണങ്ങളിലേക്ക്, ആ പടച്ചവൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് വിരോധിച്ചത് എന്ന അന്വേഷണത്തിലേക്ക് നമ്മൾ കടക്കുക എന്നതാണ് ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ജീവിത വിജയത്തിന്റെ നിദാനം. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അതിൻ്റെയൊക്കെ പരിഹാരം കിടക്കുന്നത് ഇതിലാണ്. അതുകൊണ്ടാണ് ഈ പടച്ചവനെ അറിയുക, ആ പടച്ചവൻ ആരാണെന്ന് മനസ്സിലാക്കുക, അവൻ്റെ അധ്യാപനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള എന്തെങ്കിലും കാര്യമല്ല, ഇത് എല്ലാവരോടുമുള്ള ഒരു കാര്യമാണ്. ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല. നമ്മൾ പറയുന്നത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പടച്ചിട്ടുള്ള ഏകനായ ഒരു സട്ടാവിനെ കുറിച്ചാണ്. ഹിന്ദുവിന് ഒരു ദൈവം, മുസ്ലിമിന് ഒരു ദൈവം, അങ്ങനെയല്ല. എല്ലാവരെയും പടച്ചത് ഏകനായ ഒരു ദൈവമാണ്. ആ ദൈവത്തെ മനസ്സിലാക്കണമെന്ന്, ആ ദൈവം എല്ലാം അറിയുന്നവനായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അറിയാൻ ശ്രമിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ആ ദൈവം ഒരിക്കലും ഏതെങ്കിലും ഒരു സമയത്ത് ജനിച്ച് മരിച്ചുപോയവരായിരിക്കില്ല, ഉറപ്പാണ് അല്ലേ? നമ്മെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച പരാവാരം പോലെ കിടക്കുന്ന, നമുക്കിതുവരെ അറിയാൻ പോലും സാധിച്ചിട്ടില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഏതെങ്കിലും ഒരു മനുഷ്യന്മാരായിരിക്കുമോ? ഭൂമിയായിരിക്കുമോ? സൂര്യനായിരിക്കുമോ? ചന്ദ്രനായിരിക്കുമോ? പശുവായിരിക്കുമോ? ഇല്ല. ഏതെങ്കിലും വ്യക്തികളായിരിക്കുമോ? അല്ല. ഈ സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യന്മാരെയും പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും എല്ലാം സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവായിരിക്കും. ആ സട്ടാവ് മനുഷ്യനെ പൂർണ്ണമായി അറിയുന്നവനാണ്. മനുഷ്യൻ എന്താണ് ഗുണം, എന്താണ് ദോഷകരമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നവനാണ്. ആ പടച്ചവൻ പറഞ്ഞത് അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതറിഞ്ഞാൽ അതിന് സമർപ്പിക്കുക എന്നതാണ് യുക്തി. അതുകൊണ്ടാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ജാതിപ്പേരല്ലത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമർപ്പിച്ചവൻ എന്നാണ്. എന്താ ഈ സമർപ്പണം? നമ്മ നേരത്തെ പറഞ്ഞ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം പടച്ച ഏകനായ സട്ടാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ശരി എന്ന് മനസ്സിലാക്കി അതിനോട് പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിക്കുന്നവന് അറബിയിൽ പറയുന്ന പേരാണ് മുസ്ലിം. അതുകൊണ്ട് ആ സമർപ്പണമാണ് യുക്തി എന്നുള്ളത് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സമർപ്പണത്തിൻ്റെ പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ സ്ഥാപനം ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ പള്ളി ഉപയോഗിച്ചുകൊണ്ട് ആ സമർപ്പണത്തിൻ്റെ യഥാർത്ഥ യുക്തിയുടെ പാഠങ്ങളാണ് ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ നാട്ടിലുള്ള ഓരോരുത്തരും അതിൻ്റെ ഭാഗമാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.